ഹായ് ഗൈസ്, ഇന്നത്തെ വ്ളോഗില് ഒരാളെ കൂടെ പരിചയപ്പെട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ചിക്കു. എൻ്റെ കൂടെ പഠിച്ച് നമ്മളൊരുമിച്ച് ജോലിക്ക് കയറി എന്നൊക്കെ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട്. അതാണ് ഇത്. ഇന്ന് വന്ന് ഇപ്പം വന്നാൽ അതുപോലെ തിരിക്കുക വിശക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കും. ഇനി ചിക്കു എന്ന് വിളിക്കുന്നത് എന്താന്ന് പറയാം. ഇവൾക്കല്ല, ഒരു 1 മന്ത് മുന്നേ ചിക്കൻ ബോക്സ് വന്നു എനിക്ക്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഞാൻ പോണേക്കാൻ മുന്നേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന വിട്ടായി. എനിക്ക് ചിക്കൻ ബോക്സ് അറിഞ്ഞതിന് ശേഷം അത് ലീവ് കെട്ടി പോകാനാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് വന്നു. പക്ഷെ അവൾക്ക് വന്ന് ഇച്ചിരി സീനായി എന്നാണ് അവൾ പറയണത്. അതിൻ്റെ ആയിട്ടുണ്ട്, കുറച്ച് നല്ല സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം ചിക്കൻ ബോക്സിൽ നിന്ന് വിമുക്തയായിട്ട് വീട്ടിലെത്തി കുറച്ച് ചിക്കനും കൊണ്ട്. അവൾ കുറച്ച് ഇൻട്രോവേർട്ട് അത് പറയാൻ പറഞ്ഞിട്ടുണ്ടായേ. പറയും അവൾ ഇൻവെർട്ടറാ പോയി കണ്ടിരിക്കാനുള്ളത്. ഹേ ഗായ്സ്, അയ്യേ തോർത്ത് ഒരു മിനിറ്റ്. ചില വീഡിയോസിലും അതുപോലെ ചില പോസ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ടാഗ് ദാറ്റ് വള്ളി പിടിക്കൽ ചങ്ക്. അതിലേ പോയി വള്ളി പിടിച്ച് നിർത്തിട്ട് വേടി അത് ചെയ്യും. നമ്മള് 2 പേരും ഒറ്റ മൈൻഡിന്റെ ആൾക്കാരാണ്. അതായത് രണ്ടാമത് ചിന്തിക്കുക അങ്ങനത്തെ ഒരു ഇതില്ല. ശരി, അത് പക്ഷെ ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് ഇനി എന്തുണ്ടാവും, പ്രശ്നമാവുമോ എന്ന് ആലോചിക്കാണ്ട് ഇപ്പം എന്ത് തോന്നണോ അത് ചെയ്യും. അത് വലിയ പ്രശ്നങ്ങളല്ല, പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഫ്രണ്ടിന് കല്യാണം, അതും കോഴിക്കോട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം വർക്ക് ചെയ്യുക. അപ്പോൾ നാളെ കല്യാണമാണെങ്കിൽ നമ്മൾ ഇന്ന് തീരുമാനിച്ച് പോവാം നമുക്ക്. അതായത് ലീവ് കിട്ടിയില്ല, സൺഡേ ആണ് കല്യാണം. സോ അപ്പോൾ ലീവ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം പോകണില്ല, വീട്ടിൽ നിന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അത്രയും ദൂരെ ആയതുകൊണ്ട്, ലീവില്ലാത്തതുകൊണ്ട്. ദെൻ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ഡിസൈഡ് ചെയ്ത് നമുക്ക് പോയാലോ, എങ്ങനെ നമുക്ക് ജസ്റ്റ് പോവാം എന്ന് തീരുമാനിച്ച്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് 2 ആളും കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടിയ നമ്മൾ ഡ്രസ്സ് ഉള്ളതിൽ നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ജനറലിൽ കയറി. അങ്ങനെ ട്രെയിൻ കയറി, കോഴിക്കോടേക്ക് ട്രെയിൻ കയറി. ട്രെയിനിലിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് വിളിച്ച് പറയണത് നമ്മളിങ്ങനെ പോവാന്നുള്ള കാര്യം. വീട്ടുകാർ ഭയങ്കര സീനാക്കി. എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും. കോഴിക്കോട് നാളെ എങ്ങനെയാണ്, മറ്റേ ഡ്യൂട്ടിക്ക് എങ്ങനെയാണ്, നമ്മൾ നാളെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഭയങ്കര പോണ്ട, നിങ്ങളങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ഇറങ്ങ്, കോഴിക്കോടൊന്നും പോകണ്ട അത്ര ദൂരേക്ക്, അതും ട്രെയിനിൽ രാത്രിയിൽ ഇതൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണല്ലോ കയറണേ. പിറ്റേ ദിവസമാണ് എത്തുക. പിറ്റേ ദിവസമല്ല, അന്ന് പുലർച്ചെ 3 മണി ആ ടൈമിലൊക്കെയാണ് എത്തിയതാണ് എനിക്ക് ഓർമ്മ. സോ അപ്പോൾ വീട്ടിൽ നിന്ന് സീനായി, തൃശ്ശൂർ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂർ ഇറങ്ങാനായിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ തൃശ്ശൂർ ഇറങ്ങാൻ അത്ര സമ്മതിക്കണില്ല, വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം 3 മണിക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യണില്ല. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം, എവിടെ പോകണമെന്ന് ആലോചിക്കണില്ലേ. അങ്ങനെ കയറിയതായിരുന്നത്. പിന്നെ 2 കൽപ്പിച്ച് നമ്മൾ എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കോഴിക്കോട് പോയി. കോഴിക്കോട് വന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവരൊരു കുറച്ച് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവരാണ് നമുക്ക് നമ്മളെ പിക്ക് ചെയ്ത് അന്ന് സ്റ്റേ അവരുടെ ഫാമിലി അവരുടെ കൂടെയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് നമ്മളെ വിട്ടത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി. അന്ന് ഫുള്ള് 2 ആളും ഭയങ്കര ഫ്രീ അല്ലേ, അതായത് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അന്നൊരു ദിവസം നമുക്ക് കറങ്ങി നടക്കാം. എവിടെ വേണമെങ്കിലും ഒരു ദിവസം കോഴിക്കോട് എവിടെ വേണമെങ്കിൽ പോകാന്ന് വെച്ചിട്ട് മിഠായി തെരുവ്, അവിടെ കോമൺ ആയിട്ട് അറിയുന്ന അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ മിഠായി തെരുവിൽ നിന്ന് നമ്മൾ പുതിയ ചെരുപ്പ് വാങ്ങി 2 ആളും കൂടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പുതിയ ചെരുപ്പ് ഇട്ടേക്ക് കാലിൽ പഴയ ചെരുപ്പ് കടയിൽ തന്നെ വെച്ച്. അങ്ങനെ തിരിച്ച് വേഗം പോയി പഴയ ചെരുപ്പൊക്കെ എടുത്ത് അങ്ങനെ വന്ന്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ നമുക്ക് വലിയ സീൻ ഉണ്ടായില്ല, ട്രെയിനിൽ സീറ്റൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനറലിൽ മറ്റേ മുകളിൽ ബർത്ത് ഇല്ലേ, ജനറലിൽ ബർത്ത് ഈ ഇതില്ലാത്ത കുഷ്യനില്ലാത്ത ബർത്ത് കമ്പി അതിലാണ് കിടന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അത് നല്ലൊരു മെമ്മറി ആയിരുന്നു. ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ ലൈഫിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ടൈം ഒരു പോയിന്റിലെത്തുമ്പം നമുക്ക് തോന്നും നമ്മളൊന്നുമല്ലാത്തൊരവസ്ഥ. അതായത് നമുക്ക് ടോട്ടലി പോയി കിടക്കണ ഒരു ഭാഗം ഉണ്ടായിരിക്കും. നമുക്ക് തന്നെ തോന്നും നമ്മളൊരു മൊണ്ണയാണ്. ആ സമയത്താണ് നമ്മളെക്കാൾ വലിയൊരു മൊണ്ണേനെ കൂടെ കിട്ടുക. അപ്പം എല്ലാ സെറ്റും നീ പോണ ഞാനും പോണു.
ഞാൻ തന്നെയല്ല. ബാക്കി കഥകളെല്ലാം വഴിയെ ഓരോ വ്ളോഗിലായിട്ട് പറയാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ചാച്ചാ.